ഇതാണ് ബാംഗ്ലൂരിലെ പുതിയ ടെർമിനൽ. ബാംഗ്ലൂർ പുതിയ ടെർമിനലാണ്. ഇതിൻ്റെ വർക്ക് ഒരുവിധം തീർന്നു. ഇതിപ്പോൾ എയർ ഏഷ്യ, എയർ ഇന്ത്യ ഫ്ലൈറ്റൊക്കെ ഇവിടെയാണ് വരുന്നത്. എയർ ഏഷ്യയും എയർ ഇന്ത്യയും ഫ്ലൈറ്റ് മൊത്തം ഇവിടെയാണ് വരുന്നത്. ഇൻ്റർനാഷണൽ ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പം തകർപ്പനാണ് കണ്ടിട്ട്. ഞാൻ കുറേ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്, ആദ്യമായിട്ടാണ് വരുന്നത് ഇത് വരുന്നത്. കാരണം ഒരുപാട് പൈസ മുടക്കിയിട്ടുള്ള ഇതാട്ടോ. ഒരുപാട് പൈസ മുടക്കി ചെയ്തൊരു എയർപോർട്ടാണ്. 3D ഡിസൈനൊക്കെ ആണെന്ന് തോന്നുന്നു. ലൈറ്റിങ്ങൊക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ട് തോന്നുന്നു. ആനയൊക്കെ ചൂരലും കൊണ്ടാണ് വെച്ചേക്കുന്നത്, ചെയ്ത് വെച്ചേക്കുന്നത്. ആനയൊക്കെ ചൂരലാണോ എന്താണെന്നറിയത്തില്ല. അടിപൊളിയാണ് എയർപോർട്ട്. തകർപ്പൻ എയർപോർട്ടാണ്. ഗ്രാഫിക് ഡിസൈൻ, ഗ്രാഫിക്സ് നല്ല സൂപ്പർ ഗ്രാഫിക്സ് ആണ്. എയർപോർട്ടാണ്, സിനിമ തിയേറ്ററാണ്, മോളാണ്. എക്സിറ്റ് എനിക്ക് തോന്നുന്നൊരു കമ്പ്യൂട്ടർ സെൻ്റർ കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. ഇവിടെ വന്ന് ടെർമിനൽ 2 വന്ന് പണി കിട്ടിയായിരുന്നു. ഞാൻ അപ്പുറത്ത് പോകാൻ ഈ ടെർമിനൽ 2 പോകണം. ഞാനിവിടെ വന്ന് ആകെപ്പെട്ടു പോയി. പണി കിട്ടിയായിരുന്നു. ടെർമിനൽ 2 പോകേണ്ട ടെർമിനൽ 1 പോയായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് പോയിരുന്നെങ്കിൽ നമുക്ക് പിന്നെ ഇപ്പോൾ ഒന്ന് തിരിച്ചു വരാൻ പറ്റില്ല. 2 ഇവിടെ തന്നെ കണ്ട് നേരെ 2 പോകാം. ടെർമിനൽ 2 തകർത്ത് വെച്ചിരിക്കുകയാണ്. ഇതെന്താണ്, ഷോപ്പിംഗ് മാളാണത് ടെർമിനൽ 2 എയർപോർട്ട്. വാവ്, സൂപ്പർ എയർപോർട്ട്, അടിപൊളി എയർപോർട്ടാണ്. ഇടുവാക്കി വെച്ചിരിക്കുക എയർപോർട്ട്. ഇത് എയർപോർട്ടാണ്. ഇതെന്താ ഇത് എയർപോർട്ട്. അപ്പം ഞാൻ ടെർമിനൽ 2 വന്നിരിക്കുകയാണ്. 2 കണ്ടിട്ട് എനിക്ക് ഭയങ്കര, ഞാൻ ആദ്യമായിട്ടാണ് ടെർമിനൽ 2 വരുന്നത്. 2 കണ്ടിട്ട് ഭയങ്കര അതിശയം. ഇത്രയും നല്ല അടിപൊളി ഡിസൈൻ ചെയ്തിരിക്കുക ഈ ടെർമിനൽ 2. ഞാൻ ടെർമിനൽ 1 എത്ര നാളും വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് എൻ്റെ ടെർമിനൽ 2 ട്രാവൽ ചെയ്തത്. ബാംഗ്ലൂർ ടു ഹൈദരാബാദ്. ഇതിനു മുമ്പേ ഞാൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത് കണ്ടപ്പം എനിക്ക് എന്താണെന്നില്ല, അടിപൊളി ഭയങ്കര ഫീൽ ചെയ്തു. കാരണം കാണുമ്പോൾ തന്നെ അറിയാം ബാംഗ്ലൂർ എന്തായാലും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ ആദ്യം വന്നിട്ട് കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇന്റർനാഷണൽ കളിക്കാരാരോ വന്നിട്ടുണ്ടോ, നമുക്ക് കിട്ടിയില്ല, വീഡിയോ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ അവരുടെ കുറേ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഇത് പറയുന്നത് കേട്ട് ഇന്റർനാഷണൽ കളിക്കാരുടെ ബാംഗ്ലൂരുമായിട്ടുള്ള കളിയൊക്കെ ഉണ്ടാകും. എന്തായാലും ബാംഗ്ലൂരിലെ എയർപോർട്ട് എന്തായാലും നൈസ് എയർപോർട്ടാണ്. നൈസ് എയർപോർട്ട്. ഏതാ ടീം? രവീന്ദ്ര ജഡേജ. ഏത് ടീമാണ്?
എയർപോർട്ട് സെറ്റ് ചെയ്തേക്കുന്നത് ഭയങ്കര അതിശയമാണ്. ഇത്ര ഭംഗിയായിട്ട് അവർ ചെയ്തേക്കുന്നത്, നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത്, നല്ല സൂപ്പറായിട്ട് ചെയ്തേക്കുന്നത്, ഒന്നും പറയാനില്ല. മോദിജി പല ആൾക്കാർ കൂടെ മോദിജിയുടെ ഒറ്റ കഴിവുണ്ടാകുന്ന പറഞ്ഞത് ബാംഗ്ലൂർ എയർപോർട്ട് സെറ്റായി അറിയില്ല കേട്ടോ. ബാംഗ്ലൂർ ഡൊമസ്റ്റിക് ഡിപ്പാച്ചർ. ഈ സാധനങ്ങളൊന്നും ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത. അപ്പം പിന്നെ ചെക്ക് ഇൻ ചെയ്യാൻ പോണേ, സെക്യൂരിറ്റി ചെക്കിൻ ബാംഗ്ലൂർ ടു ഹൈദരാബാദ്. അപ്പം ഞങ്ങൾ RCB ടീമിനെ കണ്ടു, ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെ ടീംസിനെ കണ്ടു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല ആ സമയത്ത്. ക്യാമറ സെക്യൂരിറ്റി ചെക്കിങ്ങിലായി പോയി, അതാണ് പറ്റുന്നത്. മൊത്തം പൂച്ചെടി പിടിപ്പിച്ച് വെച്ചിരിക്കുകയും ഈ എയർപോർട്ട് ഫുള്ള് അടിപൊളിയാക്കി വെച്ചിരിക്കുക. ഗൈസ്, RCB ടീമിനെ കണ്ട് ഞാൻ ഫോട്ടോ എടുക്കണം, ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഗൈസ് നോക്കാം, നീയൊന്ന് നോക്കിയത് സാധനം. കിച്ചൺ ബാർ ഒരു ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒരു സംഭവമായിരുന്നു. കിച്ചൺ ബാർ കിടക്കാനുള്ള സംഭവം. 5000 രൂപ മുടക്കി ഞാൻ ബാംഗ്ലൂർ എയർപോർട്ട് ഫുള്ള് സീനറി ഉണ്ട്. RCB ടീമിൻ്റെ മാക്സ് ഉള്ള ആൾക്കാരുണ്ട്, എല്ലാ ആൾക്കാരും കുറേ പോയിക്കൊണ്ടിരിക്കുക. ദിനേശ് കാർത്തിക് RCB ദിനേശ് കാർത്തിക്. ഗൈസ്, അവരപ്പോൾ വിട്ടുപോവുക, നമുക്ക് പിടുത്തം തരുന്നില്ല അവന്മാർ വിട്ടുപോവുക. അപ്പോൾ ഭയങ്കര തിരക്കാട്ടോ, അവരുടെ പുറകെ നിറച്ചു ആൾക്കാരാണ്. എന്തായാലും 2 വീഡിയോ എടുത്തിട്ടുള്ള കാര്യമുള്ളൂ, 2 വീഡിയോ എടുത്തിട്ടേ പോവുള്ളൂ, ചാവുള്ളൂ. RCBയുടെ പ്ലേയേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിടത്തില്ല, 2 ഫോട്ടോ എടുത്തിട്ടേ വിടുള്ളൂ. വിട്ട് നല്ല സ്പീഡിൽ പോവുക, അവരെ കിട്ടാൻ പാടാം. അവരേതോ സ്പെഷ്യൽ റൂമിലോട്ട് പോവുക. അമ്മരകത്ത് കയറി ഇവിടുത്തെ ഒരു മോഡേൺ ഇന്ത്യൻ ലോഞ്ചാണ്. എങ്ങനെ ഉണ്ടെന്നൊക്കെ ലുക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ അടിപൊളി ലുക്കല്ലേ.
എല്ലാം ഭയങ്കര വില പിടിച്ചതാണ്. ഹൈദരാബാദ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. നേരം വെയിറ്റ് ചെയ്ത കാര്യം ഫോൺ നമ്പർ വന്നു. ഹൈദരാബാദ് സോൺ 1 ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിന് പോകാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ബാംഗ്ലൂർ അത് സെയിം എയർ ഇന്ത്യ എക്സ്പ്രസ്സിലോട്ട് തന്നെ വണ്ടിയുള്ളത്. അപ്പോൾ അതിനകത്ത് കയറാനുള്ള പരിപാടിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം വേറൊരു ഫ്ലൈറ്റ് എയർ ഇന്ത്യയുടെ ഹൈദരാബാദ് ബാംഗ്ലൂർ ടു ഹൈദരാബാദ് ഒരു ഫ്ലൈറ്റ് ചെയ്തു. ബാംഗ്ലൂർ ഹൈദരാബാദ് എയർ ഇന്ത്യയുടെ പുതിയ ഫ്ലൈറ്റാണ് തോന്നുന്നത്. പുതിയ ഫ്ലൈറ്റാണ്. അടുത്ത ബസ്സേ കയറി ഞങ്ങൾ. ഫ്ലൈറ്റ് നമ്മൾ ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത്. ടാക്സി എടുക്കണം. ഒന്നും കഴിച്ചിട്ടില്ല. പോയി ഇത് ബെൽറ്റ് നമ്പർ 2. ഇവിടെയാണ് നമ്മുടെ ലഗേജുകളൊക്കെ വരുന്നത്. നമ്മൾ ലഗേജ് വെച്ചിട്ടില്ല. ഇവിടെയാണ് നമ്മുടെ ലഗേജൊക്കെ വരുന്നത്. എക്സിറ്റ് തപ്പി പോവാണ്. എക്സിറ്റ് കിട്ടി. ഫ്രണ്ട് സൈഡ് എവിടെയാന്ന് പോലും കാണാൻ പറ്റില്ല. മാറ്റിയത് പഴയ എൻട്രൻസ് തന്നെ. എയർപോർട്ടൊക്കെ ഒരുപാട് മാറിപ്പോയി. ഒരുപാട് ചേഞ്ച് ആയി. ഹൈദരാബാദ് എയർപോർട്ടും വലിയ എയർപോർട്ടായിരുന്നു. ഞാൻ പഴയ വന്നിരുന്ന എയർപോർട്ടല്ല. ഇത് ഭയങ്കര വലിയ എയർപോർട്ടായിരുന്നു.